കൈക്കൂലിക്കേസിൽ ഇ ഡി കൂടുതൽ കുരുക്കിലേക്ക്. കേസുകൾ ഒതുക്കി തീർക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി നിരവധി പേർ രംഗത്ത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ഈവനിംഗ് ഡിബേറ്റിൽ ആദ്യത്തെ വിഷയം ഇതാണ്. അപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എസ് പി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടുതൽ പരാതികൾ വരുന്നുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. വിജിലൻസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ഇ ഡി എന്ന് പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസി സംശയനിഴലിൽ തന്നെയാണ്. ആ സംവിധാനത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ പരാതിക്കാർ, കൂടുതൽ പേർക്കെതിരെ പരാതി വരുമ്പോൾ, കൈക്കൂലിക്കാരാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെന്ന് വരുമ്പോൾ ആ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിജിലൻസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പുരോഗതികൾ എന്താണ്? സിജു, ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിന്റെ ഒരു പ്രധാന അന്വേഷണ ഏജൻസി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. അത് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ പരാതികൾ ഇഡിക്കെതിരെ വരികയാണ്. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്ന് പറയുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ നിരവധി പരാതികളുമായി ഇവർ രംഗത്തെത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു, അത് ലക്ഷങ്ങളോ കോടികളാണ് ഇത്തരത്തിൽ ഇവരോട് ആവശ്യപ്പെട്ടതെന്നാണ് ഇവർ പരാതിയായി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. കാരണം ഇതിന്റെ മറവിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്നൊരു സംശയം ഇഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധന കടക്കുകയാണ്. നിലവിൽ 2 ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം പരാതിക്കാരുടെ അടിസ്ഥാനത്തിൽ 2 പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഇ ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടറാണ്, ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുമാണ്. ഇത്തരത്തിൽ ഇ ഡിയുടെ പ്രധാന കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്ന 2 പേരാണ് നിലവിൽ ഈ മൊഴിയുടെയും ഒപ്പം അന്വേഷണ പരാതിക്കാരന്റെയും ഒക്കെ ഇതിൽ പറയുന്നത്. ഇവർ 2 പേരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നാം പ്രതിയാണ്. ഇയാളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ രഞ്ജിത്ത്, അതായത് 4ാം പ്രതിയായ രഞ്ജിത്ത് വാര്യരുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രധാനമായും വിജിലൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് അന്വേഷണം. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വിജിലൻസിന് ഇത്തരത്തിൽ പരാതികൾ വരികയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സ്വദേശിയാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരു പരാതി നൽകിയത്. നേരത്തെ തന്നെ വിജിലൻസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇവരെല്ലാം തന്നെ. എന്നാൽ ഇതിൽ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. അതിൽ ഇ ഡിയുടെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക്, വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടക്കുന്നത്. പ്രധാനമായും ഇനിയുള്ളത് ചോദ്യം ചെയ്യലാണ്. ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ഇവരെ 3 പേരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നൊരു ധാരണ കൂടി ഇന്നുണ്ട്. മാത്രമല്ല ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് വിജിലൻസ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിനു ശേഷമായിരിക്കും ഈ ഒന്നാം പ്രതിയായ ശേഖർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉണ്ട് വിവരങ്ങൾ. ഈ ഇടനിലക്കാരനായ വിൽസണെയും മുകേഷ് കുമാറിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പങ്ക് വെളിപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാർ ഒന്നാം പ്രതിയാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതിയാക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ഒരു അന്വേഷണ ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരാളെ ഒന്നാം പ്രതിയാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളില്ലാതെ പ്രതിയാക്കാൻ കഴിയുകയുമില്ല. ഇവിടെ വിജിലൻസിന് കിട്ടിയ വിവരങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ പ്രധാന നിർണായക പങ്കുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർക്കാണ്. അതോടൊപ്പം തന്നെ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് കാലങ്ങളായി ഇവർ ആളുകളിൽ നിന്ന് പണം തട്ടിക്കൊണ്ടിരുന്നത്. എന്തിനെ ഉദ്ദേശിച്ചാണോ ഈ ഏജൻസി രൂപീകരിച്ചത്? കള്ളപ്പണ കേസുകളാണ് പ്രധാനമായും ഇ ഡി കൈകാര്യം ചെയ്യുന്നത്. ആ കള്ളപ്പണ കേസ് കൈകാര്യം ചെയ്യുന്ന ഏജൻസി തന്നെ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക്, കള്ളപ്പണം വാങ്ങുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കണ്ണികൾ ഒന്ന് ഇ ഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ, 2 രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്, 3 2 ഇടനിലക്കാർ വിൽസണും അതോടൊപ്പം തന്നെ മുകേഷ് കുമാറും. ഇവരെല്ലാം ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വ്യവസായികളിൽ നിന്ന് പണം പിടുങ്ങുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ തെളിവ് വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം വിജിലൻസ് ഇപ്പോൾ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ പോകുക. എന്ന് ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ അർച്ചന?
പ്രധാനമായും ഇത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് SP യോട് ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കുകയാണ്, അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്താണ്. ഇത് പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളാണ്. കഴിഞ്ഞ ദിവസം ഈ ശരി, അർച്ചനയിലേക്ക് തിരികെ വരെ.